അപ്പോഴേ നമുക്കിന്നൊരു ഹെയർ കെയർ വീഡിയോ ആയാലോ. കുറേ നാളെ എൻ്റെ മുടിയൊക്കെ ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ട്, അപ്പം ഞാനടുത്ത് ഇങ്ങനെ ഒരു ഹെയർ കെയർ അങ്ങ് ചെയ്തേക്കാം. ഒന്ന് ആദ്യമേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി, അതായത് ഒരു താള ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളിന്ന് ചെമ്പരത്തി താളയായിട്ട് ഉണ്ടാക്കാൻ പോകണം. അതെ, വീടിൻ്റെ വെള്ളി ഇറങ്ങിയപ്പോൾ അവിടെ നല്ല സുഖമായിട്ട് കിടന്നിറക്കുന്നു. അന്ന് ശല്യം ചെയ്തേക്കുന്ന രീതിയിൽ തോണ്ടിയപ്പോൾ ഒന്നിൻ്റെ കൈ പിടിച്ച് ഷേക്കാൻ വന്ന് ശല്യപ്പെടുത്താതെ പൊടിയിൽ നിന്ന് എറിഞ്ഞു. ഞാൻ പിന്നെ രണ്ട് കുത്തിത്തിരിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് രണ്ട് കുത്തൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല രസം കേട്ടോ. ഇങ്ങനെ ഉണ്ടോ, നമ്മൾ വായിക്കത്ത് കൈയിട്ട പോലും കടിക്കാത്തിരുത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ചെമ്പരത്തി. ഞങ്ങളുടെ വീട്ടിൽ ഒരു 3 ചെമ്പരത്തിയെങ്കിലും കാണും കേട്ടോ. പക്ഷേ ഇലയൊക്കെ വളരെ കുറവാണ്. അത് മുകളിലോട്ടാണ് ഫുള്ള് പോയേക്കുന്നത്. എന്നാലും എൻ്റെ കയ്യെത്തും ദൂരത്തുള്ള കുറച്ച് ചെമ്പരത്തി പൂവും കുറച്ച് ഇലയൊക്കെ പറിച്ചു കേട്ടോ. ഞാൻ 3 ചെമ്പരത്തി ഉണ്ട്. 3 ചെമ്പരത്തിയിൽ നിന്നായിട്ട് കുറച്ച് പറിച്ചു. ചെമ്പരത്തി പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് വന്നു, എന്താണ് നീ ചെയ്യുന്നതെന്ന്. ഞങ്ങളുടെ ചെമ്പരത്തിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ചെമ്പരത്തിയാണ് നീ തന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവൻ എൻ്റെ വണ്ടി പോയി. പിന്നെ ഞാൻ കുറച്ച് ചെമ്പരത്തിയും കുറച്ച് പൂവും പറിച്ചു കേട്ടോ. പറിച്ച് കഴിഞ്ഞ് ഞാനത് ഒന്ന് കഴുകാമെന്ന് വെച്ചു കേട്ടോ. കാരണം ഞങ്ങളുടെ റോഡ് സൈഡ് ആയതുകൊണ്ടേ, റോഡ് സൈഡല്ല വഴി ആയതുകൊണ്ട് ഫുൾ പൊടിയൊക്കെയാണ്. പിന്നെ ഞാനതിന് വെള്ളത്തിന് വരും കുറച്ച് കഞ്ഞിവെള്ളം കേട്ടോ എടുത്തത്. കഞ്ഞിവെള്ളം അത്ര തിക്കൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. വെള്ളം വെച്ചടിക്കുന്നേക്കാളും നല്ലത് കഞ്ഞിവെള്ളമാണെന്ന് തോന്നി. പിന്നെ ഞാൻ ആ ചെമ്പരത്തി ഒന്ന് കഴുകാമെന്ന് വെച്ച് ഒരു ചെറിയൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ചെമ്പരത്തിയൊക്കെ ഇട്ട് പൂവും ചെമ്പരത്തിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകി അങ്ങ് എടുത്തു കേട്ടോ. കഴുക് ഭയങ്കര പൊടിയായിരുന്നു, അതുകൊണ്ട് നല്ലപോലെ ഒന്ന് കഴുകി. അങ്ങനെ കഴുപ്പൊക്കെ കഴുകി ഞാനൊന്ന് എല്ലാം പിച്ചി ഞാനൊന്ന് ചെറുതായിട്ട് പിച്ചി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി എല്ലാം കൂടെ ഇട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിക്കാൻ നേരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനതൊന്ന് ആദ്യമേ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചു. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ വെച്ചൊന്ന് മിക്സ് ചെയ്യാൻ കരുതി. ഒന്ന് അടിച്ചു കഴിയുമ്പോൾ അതൊന്ന് ഒതുങ്ങുമല്ലോ. ഒതുങ്ങിക്കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം ഇട്ട് മിക്സ് ചെയ്യാൻ കരുതി. പിന്നെ അടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കേട്ടോ. കുറച്ച് കട്ടിയുള്ള കഞ്ഞിവെള്ളമായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. എന്നാലും കുഴപ്പമില്ല, വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് കഞ്ഞിവെള്ളമാണെന്ന് തോന്നി. അങ്ങനെ ഒഴിച്ചു കേട്ടോ. പിന്നെ നമുക്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ പേസ്റ്റ് വരുത്തിക്കിട്ട് കേട്ടോ. നല്ല പേസ്റ്റ് നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കണം. നല്ലപോലെ പേസ്റ്റ് വരുവായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടുള്ളൊരു തുണി എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ അതൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അത് ഇതുപോലെ നല്ലൊരു പേസ്റ്റ് വരുവായിട്ടുണ്ട്. നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടിയൊന്ന് ജസ്റ്റ് ഒന്ന് ചീവി അതിൻ്റെ ചടയൊക്കെ ഒന്ന് കളയുക. കൈ കൊണ്ട് തന്നെ കയ്യിൽ ഇച്ചിരി ഓയിൽ തേക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതൊന്ന് ചെടിയൊക്കെ കളഞ്ഞിട്ട് മുടി ഫ്രണ്ടാക്കി എടുക്കുക. ഫ്രണ്ടേക്ക് ഇടുമ്പോഴും കുറച്ച് ജടയൊക്കെ വരും. അതൊക്കെ ഒന്ന് മാറ്റി അതിന് ശേഷം നമുക്കിത് തലയിലോട്ട് തേച്ച് പിടിപ്പിക്കാം. തലയിലോട്ട് തേച്ച് കൊടുത്തിട്ട് അപ്പോൾ മുടി ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലേക്കാക്കി നല്ലപോലെ ഒന്ന് ജടയൊക്കെ കളഞ്ഞ് ഒന്നും കൂടെ സെറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ സ്കാൽപ്പിൽ നിന്ന് നേരെ താഴേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ അത് അധികം ഒഴുകാത്ത ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഒഴുകി പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. സോ നമ്മളതൊന്ന് സ്കാൽപ്പിലും തേച്ച് അതിന് ശേഷം സ്കാൽപ്പിൽ നിന്ന് പിഴിഞ്ഞ് കഴിഞ്ഞ് മുടിയുടെ അറ്റത്തേക്ക് ചെയ്യണം കേട്ടോ. മുടിയുടെ അറ്റത്തായിരിക്കും നമുക്ക് സ്പ്ലിറ്റൻസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ്. മുടിയുടെ അറ്റം പൊട്ടുന്നവരെ അവരൊക്കെ മുടിയുടെ അറ്റത്തേത് ചെയ്യുക. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു 15-20 മിനിറ്റോ, ചിലവർക്ക് ഇങ്ങനെ തലവേദനയൊക്കെ എടുക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ വെക്കുക. 15 മിനിറ്റിന് ശേഷം നല്ല വെള്ളത്തിൽ തല ഒന്ന് കഴുകുക. തല കഴുകുമ്പോൾ നല്ലപോലെ ഒലച്ച് കഴുകാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇല കുഞ്ഞു ഇലയല്ലേ, അപ്പം തരി ആയതുകൊണ്ട് പോകാൻ ചിലപ്പോൾ പാടായിരിക്കും. അല്ലെങ്കിൽ ഒലച്ച് കഴുകിയാൽ ചിലപ്പോൾ പോകണമെന്നില്ല. അപ്പോൾ അങ്ങനെ പോകുന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം ഒരു ചീപ്പ് എടുക്കുക, ചീവി കളയുക. നമ്മുടെ മുടി ഉണങ്ങി കഴിയുമ്പോൾ തന്നെ ഇത് നമുക്കിങ്ങനെ ഈ താരം പൊഴിയുന്ന പോലെ തന്നെ ഇത് പൊഴിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പം നിങ്ങളൊരു ചീപ്പ് എടുത്ത് നല്ലപോലെ ഒന്ന് ചീവുക. മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ ഇതൊന്ന് തേച്ചതിന് ശേഷം ഇതൊന്ന് മേളിലോട്ട് മുടിയൊന്ന് കെട്ടി വെക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം കഴുകി കളയുക. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം കൂടെ ഇത് ഉപയോഗിച്ച് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് മുടി ചിലപ്പോൾ നല്ല ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഹെയർ സെറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ സെറം ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചാൽ മതിയായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ വീഡിയോ, മുടി ഉണങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ഞാൻ അടുത്ത ഇതിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.